ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വാഴ കൃഷി ചെയ്യുന്ന ഒരു തോട്ടത്തിലേക്കാണ്. ഇവർ ധാരാളമായിട്ട് വാഴ കൃഷി ചെയ്യുന്നുണ്ട്. ഇവർക്ക് നല്ല വിളവാണെന്ന് ഇവർ പറയുന്നു. അവർ ചെയ്യുന്ന ആ ഒരു രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത കണ്ടത്തിൽ ഇവർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 1 മാസം പ്രായമായ വാഴത്തോട്ടമുണ്ട് ഇവിടെ. കണ്ടോ, 1 മാസം പ്രായമായി ഈ വാഴക്ക് ഇവർ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നല്ല രീതിയിലാണ് ഈ വാഴ നിൽക്കുന്നത്. ധാരാളമായിട്ടുണ്ട്. ഒരു പറമ്പ് മുഴുവൻ, അതായത് തോട്ടം, ഈ വയൽ മുഴുവൻ ഇത് വാഴയാണ് ചെയ്യുന്നത്. വാഴ കൃഷി കണ്ടോ, നിങ്ങളിവിടെ ചിത്രം കാണുന്നുണ്ട്. നല്ല ഗ്രോത്തോട് കൂടിയിട്ടാണ് വാഴ നിൽക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഇത് അടുത്ത ഭാഗത്തെ പറമ്പാണ്. ഇവിടെ ഇപ്പം വാഴ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വാഴ വെക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ അടുത്ത് 2 അടി വീതിയിലും 2 അടി നീളത്തിലും കുഴിയെടുത്ത് വെച്ചിട്ട് നിങ്ങൾ അടുത്ത് കാണുന്നുണ്ടാവും. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് കന്നാണ്. ആദ്യം നല്ല കന്ന് തിരഞ്ഞെടുക്കണം, അതായത് നല്ല വിത്ത് തിരഞ്ഞെടുക്കണം. ആ വിത്താണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അതൊരു ഗുളികയാണ്, ഹോമിയോ മരുന്നാണ്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം ലയിപ്പിച്ചിട്ട് 4 മണിക്കൂർ ഈ വാഴേൻ്റെ കന്ന്, ഈ വിത്ത് മുക്കി വെച്ചതാണ്. ഈ വിത്ത് ഈ ഹോമിയോ അഗ്രോ കെയറിൽ മുക്കി വെച്ച വിത്താണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അപ്പം മുക്കി വെച്ച് ബാക്കി വരുന്ന വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആ കുഴിയിലേക്ക് തന്നെ കുടഞ്ഞു കൊടുക്കണം. അതിവിടെ കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 അടി വീതിയിലും 2 അടി നീളത്തിലും എടുത്ത കുഴിയാണിത് കേട്ടോ. ഇനി നമ്മൾ ഈ കന്ന് ഈ കുഴിയിലേക്കാണ് വെക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ജൈവവളം കൊടുക്കണം. ജൈവവളം കൊടുക്കണം. ഇവരുടെ ജൈവവളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ SPCയുടെ ജൈവവളമാണ് ഇവർ കൊടുക്കുന്നത്. ഇത് നല്ല റിസൾട്ടാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ഇവരുടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് pH ബൂസ്റ്ററും ബയോ പവറുമാണ്. അപ്പോൾ pH ബൂസ്റ്റർ മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ നല്ലതാണെന്ന് പറയുന്നു. ഏറ്റവും നല്ല റിസൾട്ടാണെന്ന് പറയുന്നു. അപ്പോൾ അവർ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബക്കറ്റിൽ മിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഈ തോട്ടത്തിൽ മുഴുവൻ അവർ കഴിഞ്ഞ വാഴക്ക് കാണിച്ചു തന്നു, അവിടെയൊക്കെ അവർ ഇതാണ് കൊടുത്തത്. ഇതിങ്ങനെ 2 കിലോ ഒരു വാഴ നടുമ്പോൾ ഫസ്റ്റിൽ ആദ്യം തന്നെ 2 കിലോ കൊടുക്കണം. ആ 2 കിലോ ആണ് അവർ ഇവിടെ കുഴിയിലേക്ക് ഈ രീതിയിൽ കൊടുത്തു. 2 കിലോ വളം കൊടുത്തു. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ വാഴക്കന്ന് വെക്കണം. ഈ വാഴക്കന്ന് വെക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം. കരിയില, അതായത് നമ്മൾ പൊതയിട്ട് കൊടുക്കുന്ന ആ രീതിയിലുള്ള കരിയില നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. കരിയില കൂടുതൽ കാർബൺ കണ്ടൻറ്റ് ഉണ്ടാവും. കരിയില നല്ലതാണ്, ധാരാളം ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ മുക്കി വെച്ച ഈ വെള്ളം, മുക്കി വെച്ച ഈ കന്നുണ്ടല്ലോ, ഈ കന്ന് വിത്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യേണ്ടത്. ഈ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി കൂട്ടുന്ന മരുന്നാണ്. അതുപോലെ തന്നെ പെണ്ടിപ്പുഴു, പാണപ്പുഴു ഇങ്ങനെയുള്ള പുഴുക്കൾ ശല്യം ഉണ്ടാവില്ല, കൂമ്പ് ചീഞ്ഞു പോവില്ല. നല്ല രീതിയിൽ വാഴയും ഏത് ചെടികൾക്കും വളരാൻ നല്ലതാണ്. അത്രയും പ്രതിരോധ ശേഷി കൂട്ടുന്ന മരുന്നാണ് ഇത് ഹോമിയോ അഗ്രോ കെയർ. ധാരാളമായിട്ട് എല്ലാ ചെടികൾക്കും ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടുപന്നി, മുള്ളംപന്നി ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പൊതയിടണം, അതായത് കരിയിലകളൊക്കെ. അപ്പോൾ ചേച്ചി അവിടെ ആ ഒരു കരിയിലയൊക്കെ എടുത്ത് ഇടുകയാണ്. ഇപ്പോൾ ധാരാളമായിട്ട് ഇടണം, ഇപ്പം കുറച്ചേ കിട്ടിയുള്ളൂ, കുറച്ച് മാത്രം കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് ഹോമിയോ അഗ്രോ കെയർ വീണ്ടും കൊടുക്കണം. ഹോമിയോ അഗ്രോ കെയർ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുപന്നി, മുള്ളംപന്നി ഇതിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല, ഇവർ വരില്ല, കീടങ്ങൾ ഉണ്ടാവില്ല, കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഹോമിയോ അഗ്രോ കൊടുത്ത് അങ്ങനെ നട്ടു. പിന്നെ ഒരു 20 ദിവസം 25 ദിവസം കഴിയുമ്പോൾ ഹോമിയോ അഗ്രോ കൊടുക്കുക. കണ്ടോ, ഇതൊക്കെ വാഴയാണ്, അവർ മുന്നേ നട്ട വാഴയാണ്. ഇപ്പോൾ ഒരു 2ാമത്തെ വളപ്രയോഗത്തിനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ഈ വാഴക്ക്. അതായത് 1 മാസം കഴിഞ്ഞു, ഇനിയിപ്പോൾ കുറച്ച് വളവും കൂടി കൊടുക്കണം എന്നവർ പറഞ്ഞു. അപ്പോൾ ആദ്യം കൊടുത്തത്ര വേണ്ട, 1 കിലോ പോലെ വളം ഇനി കൊടുക്കണം. അപ്പോൾ ആ തയ്യാറെടുപ്പിന് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇടവിളയായിട്ട് ഇവിടെ പച്ചക്കറി നടുന്നുണ്ട്. അതായത് പിന്നെ കുമ്പളങ്ങ, അതുപോലെ പയർ, ചീര ഇതൊക്കെ നടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതൊക്കെ ഇതിന് ഇടവിളയായിട്ട് നടുന്നുണ്ട്, വാഴേൻ്റെ ഇടക്കായിട്ട്. അങ്ങനെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. വാഴ കണ്ടോ നിങ്ങൾ, നന്നായിട്ട് വളർന്നിട്ടുണ്ട് വാഴ. അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഇപ്പം അവർ നടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കന്നാണ്, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.